പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പകൽ വീടുകൾക്ക് നൽകുന്ന ലൈബ്രറി പുസ്തകങ്ങളുടെ ഉദ്ഘാടനം നടന്നു. വേലാശ്വരം പകൽ വീട്ടിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പകൽ വീടുകൾക്ക് നൽകിയ ലൈബ്രറികൾക്കുള്ള പുസ്തകങ്ങളുടെ ഉദ്ഘാടനം നടന്നത്. അജാനൂർ പഞ്ചായത്ത് വേലാശ്വരം പകൽ വീടിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങൾ കേരളത്തിന്റെ അമൂല്യ സമ്പത്താണ്. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ത്രിതല പഞ്ചായത്തുകളിലൂടെ വയോജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വീടായി വൈകുന്നേരം വരെ ഇരിക്കാനുള്ള വീട് സൗകര്യം വന്നു. അതുപോലെ കാണാനുള്ള ടിവിയും മറ്റ് കളിക്കാനുള്ള സൗകര്യങ്ങൾ, അത്യാവശ്യം കിടന്നുറങ്ങാനും ഇരിക്കാനും ഒക്കെയുള്ള ഫർണിച്ചർ സൗകര്യങ്ങൾ ഒരുക്കി. ഇപ്പോൾ പുസ്തകം കൂടെ വെക്കുകയാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും കൂടെ ആവശ്യമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, പകൽ വീടുകളിൽ ഇവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം ഭക്ഷണം വേണം. അതോടൊപ്പം തന്നെ മരുന്നുകളടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടണം. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത അധ്യക്ഷത വഹിച്ചു. അസ്യ ചടങ്ങിൽ സംസാരിച്ചു. ഡിവിഷൻ മെമ്പർ എ ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ബാലകൃഷ്ണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. മടിക്കി പഞ്ചായത്തിലെ ബങ്കളം, പുല്ലൂർപെരിയയിലെ അമ്പലത്തറ, കല്യോട്ട്, പള്ളിക്കര പഞ്ചായത്തിലെ കൂട്ടക്കനി എന്നിവിടങ്ങളിലും 37,000 രൂപ വീതമുള്ള പുസ്തകങ്ങൾ കൈമാറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.